ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല വൃത്തിയാ, മൂത്രക്കിനുണ്ടല്ലേ. ശരി, അപ്പോ ഇതൊക്കെ നിർത്തണം ആദ്യം. ഓ, നമ്മള് പാലസ് എത്തി. ഞാനിപ്പോ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂര് മെജസ്റ്റിക്. എന്താ ഒരു പ്ലാൻ ഇല്ലാണ്ട് വന്നോണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അപ്പോ ഞാനിപ്പോ മറ്റേ പാലസ് പോകാന്ന് വെച്ചാ, ബാംഗ്ലൂര് പാലസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തീരുമാനിക്കാം ഇങ്ങോട്ട് കുറേത് വന്നു. അപ്പൊ ഒരു ഊബർ ബുക്ക് ചെയ്തിന്. സാധനം 8 മിനിറ്റ് ആകും വരാൻ. വന്നിട്ട് പിന്നെ പാലസിക്ക് പോയിട്ട് അത് കഴിഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാണ്ടിരിക്കുക. ഓ, നമ്മള് പാലസ് എത്തി. പാലസിന്റെ ബാക്കിലാണ് പാലസ്. പാലസ് അവിടുന്ന് അതെ, ഇവിടെ ഫീസ് വരുന്നത് 300 റുപ്പീസാണ്. പെർ പേഴ്സൺ 300 റുപ്പീസാണ് ഇവിടെ ഫീസ് വരുന്നത്. സ്റ്റിക്കറൊക്കെ തന്നവര് അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ 300 കുറച്ച് കൂടുതലാണ്. പക്ഷേ 300 റുപ്പീസാണ് ഇവിടെ ഫീസ് വരുന്നത്. പിന്നെ ഞാൻ ഇവിടെ എത്തിയത് ഊബറിലാണ് ഞാൻ വന്നത്. കാണുന്നുണ്ടല്ലോ, ഞാൻ ഊബറിൽ വന്ന കഥ പറയാം. ഊബറിൽ വരുമ്പോൾ ഒരു മലയാളി തന്നെയായിരുന്നു നമ്മുടെ കൂടെ. അതാണ് ബാക്കി കാണുന്നതാണ്, അത് പാലസ്. പാലസിൽ എന്താ പറയാ, ഒരു 15-20 മിനിറ്റോളം അതിനകത്ത് നമുക്ക് കറങ്ങാൻ പറ്റും. പിന്നെ രാവിലെ 10 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഞാന് ഊബർ എത്തിയതുള്ള കഥ അത് പറയാം. ഞാൻ ഇന്നലെ ഒരു 6 മണിയാകുമ്പോ ബാംഗ്ലൂർ എത്തിയപ്പം എനിക്കൊരു പിടുത്തില്ല. സ്ഥലം ഫുള്ള് മറ്റേ ചുരുളിയിൽ വെച്ച അവസ്ഥയാണ്. എവിടെ തിരിഞ്ഞാലും അവസാനം ഒരേ സ്ഥലത്ത് തന്നെ വരുന്നത്. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ ഓട്ടോ നോക്കി. അപ്പൊ ഒരു ചങ്ങായി വന്നിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് 2-3 റൗണ്ട് അടിച്ചു ഒരേ സ്ഥലത്ത് തന്നെ. എന്നിട്ട് അവസാനം പറഞ്ഞ്, ബോസ് ഇതാ നിങ്ങളുടെ റെസിഡൻസി. ലൈക്ക് ഞാൻ ഉള്ള സ്ഥലത്ത് തന്നെ ഒരു 2 കിലോമീറ്റർ അങ്ങനെ മാറി എടുത്തിട്ട് പിന്നെ ആദ്യമുള്ള സ്ഥലത്തിനോട് ഇറക്കിയിട്ടിട്ട് പറഞ്ഞ് ഇതാ നിങ്ങൾ റെസിഡൻസി. ഞാൻ ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ ഞാൻ ചോദിച്ചു, ശരി ഞാൻ പോവാ, പൈസ എത്രയായി ചോദിച്ചു. അപ്പൊ പുള്ളി അറിയാം ലൈക്ക് 2000. എന്നിട്ട് എനിക്ക് രാവിലെ തന്നെ എന്റെ മൂഡ് പോയി. അപ്പൊ ഞാൻ ഇവിടെ ഉള്ളൊരു ഏട്ടനോട് പറഞ്ഞു, ലൈക്ക് ഞങ്ങളുടെ റെസിഡൻസിന്റെ താഴെ തന്നെ ഒരു മൊബൈൽ കട വെച്ചിരുന്ന ഒരു ഇക്കണ്ടായി. ഞാൻ വിചാരിച്ചു പുള്ളി ഹിന്ദിക്കാരനാണ്, മലയാളം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓട്ടോനെ ചാമ്പി. അപ്പോ പുള്ളി പറഞ്ഞു, എടാ ഈ ഊബർ നോക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഊബർ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഊബർ റൈഡ് തന്നെ ഒരു മലയാളി കിട്ടി, ജംഷീദ പേരതാ. പുള്ളി മലപ്പുറംകാരനാണ്. നൈസ് ഗായ്, നല്ല ഏട്ടനായിരുന്നു. അത് ഭയങ്കര ചീപ്പായിരുന്നു. ഇതാ ഓർമ്മ, ഞാൻ ഇരിക്കുന്ന നടന്ന് 3-4 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർ പാലസ്, ഈ കാണുന്നത് പിന്നാലെ കാണുന്നത്. അപ്പോ അതിനത്ര 123 എന്തോ ഫസ്റ്റ് ടൈം ഊബർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വില കുറവുണ്ടായിരുന്നു. അവിടെ ഫ്രണ്ടിൽ ഗേറ്റ് ആണല്ലേ, അതാണ് ഇതിന്റെ എൻട്രൻസ്. അവിടുന്ന് എൻട്രൻസ് ആയിട്ട് ഇവിടെ ഇപ്പൊ ആ വണ്ടി പോകുന്നില്ലേ, ആ വണ്ടി പോകുന്ന ആ വഴി കൂടെയാണ് പാലസ് വരുന്നത്. ഇനി ചിക്പേട്ടിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല, കാരണം സേഫ് അല്ല അവിടെ, ഒട്ടും സേഫ് അല്ല. എനിക്കെന്തോ ശരിയല്ലോ. അപ്പോൾ ചിക്പേട്ട് വിട്ട് സാധനം എടുത്തിട്ട് അങ്ങനെ പോകാണ്ടിരിക്കുക. ഇനിയിപ്പോ എങ്ങനെയൊക്കെയാ വെച്ചാൽ ഒരു പിടിയില്ല. ഇനി എല്ലാം പോയി കഴിക്കണം. ഞാൻ നോക്കട്ടെ, എന്തായാലും ഈ പാലസ് ഒന്ന് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ചിന്നസ്വാമി സ്റ്റേഡിയം കൂടെ കാണാൻ വിചാരിച്ചു. ചിന്നസ്വാമി സ്റ്റേഡിയം കൂടെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നേരെ മെജസ്റ്റിക് പോവാം. ഞാൻ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. പിന്നെ ഇവിടൊക്കെ നല്ല വൃത്തിയാട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല വൃത്തിയാ. പക്ഷെ മറ്റേ മെജസ്റ്റിക്കിന്റെ ഭാഗം ഒട്ടും വൃത്തിയില്ല. പിന്നെ ഇവിടെ ഞാൻ കാണാത്തൊരു സാധനം എന്താന്ന് വെച്ചാൽ ഡസ്റ്റ്ബിന്നാ. ഇവിടെ എവിടെയും ഡസ്റ്റ്ബിൻ ഇല്ല. അതാണ് വേറൊരു പ്രത്യേകത ബാംഗ്ലൂരിന്റെ. പിന്നെ ആൾക്കാര് നമ്മള് നല്ലവരാന്ന് വിചാരിക്കുന്നവർ ചീത്തവരായിരിക്കും, ചീത്തവരാന്ന് വിചാരിക്കുന്നവർ നല്ലവരായിരിക്കും. പിന്നെ എന്തായാലും
സ്റ്റേഡിയം എത്തിയിട്ട് കാണാം. ഓക്കെ. ചിലവിടെ ബാംഗ്ലൂര് ഭയങ്കര രസമാണ് കാണാൻ, ചിലവിടെ തിരിച്ച് നേരെ ഓപ്പോസിറ്റാ. നമ്മളിപ്പോ ഇനി പോകാൻ പോണത് മറ്റേ സ്റ്റേഡിയം, ചിന്നസ്വാമി സ്റ്റേഡിയം എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് ഇവിടെ നിന്ന് കുറച്ചും കൂടെ പോയിട്ട് ഒരു ലൈക്ക് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളൂ, 2.8 അങ്ങനെ കിലോമീറ്റർ. പിന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ അത് പറയേണ്ട ഒരു സാധനം കേട്ടോ. അത് നോക്കിയാണ് അവിടെ വരുന്ന വഴിക്കൊരു ബിൽഡിംഗ് ഉണ്ട്, അതെടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കുക. ഞാൻ നടന്നങ്ങി പോകുന്നു. പിന്നെ അങ്ങനെ വിട്ട് പിന്നെ ചിലയിടൊക്കെ ഭയങ്കര എന്താ പറയുക, ഇത് ഈ സ്ഥലം കണ്ടില്ല ഫുള്ള് കവേർഡാണ്, വെയിലിറങ്ങാൻ കുറച്ച് പാടും. അതായത് ഇപ്പോൾ നടക്കലിപ്പാണ് കണ്ടില്ലേ തന്നെ. നമുക്കിവിടെ ഫുഡ് ട്രസ്റ്റ് അല്ല, ഫുഡ് പാത്തിന്റെ വേറെ ടെൻഷനില്ല. ഇവിടുന്ന് റൈറ്റിക്കാവുന്നു, ലെഫ്റ്റിക്കാവുന്ന പിന്നെ സ്റ്റേഡിയം. അതെ, ചിലയിടത്ത് ഭയങ്കര രസമാട്ടോ കാണാൻ. കണ്ടേ നമ്മളിപ്പോ വന്നത് ആ റോഡാണ്, അതായത് ബംഗളൂരു പാലസിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് ഒറ്റ റോഡ് പിടിച്ചൊരു ജംഗ്ഷൻ വരും. ജംഗ്ഷനിൽ സ്ട്രെയിറ്റ് വന്ന റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ചിന്നസ്വാമി സ്റ്റേഡിയം. ഇനി നമുക്ക് പോളത് ആസ്വദിക്കാവുന്നു. ഇനിയിപ്പോ അവിടെ എത്തിരിക ഈ ഒരു സാധനം കണ്ടോ, ഒരു പച്ച സാധനം, പച്ച വഴി പോലെ. ഇത് സൈക്കിൾ ട്രാക്ക് ആട്ടോ, കണ്ടില്ല. അപ്പോ സൈക്കിൾ പിടിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമായി, അതായത് ട്രാഫിക്കിൽ കൊടുക്കൂല, ആക്സിഡന്റ് അങ്ങനെ ഉണ്ടാവില്ല. എന്താല്ലേ ചില കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ആംഗ്രി കാട്ടോ. എന്താ സ്കൂളാവുന്നു, എന്താ പറഞ്ഞത്? അതെ, ജവഹർലാൽ നെഹ്റു പ്ലാനറ്റേറിയം. ഞാന് അതാ മറ്റേ ജവഹർലാൽ നെഹ്റു പ്ലാനറ്റേറിയം. വാല് വരില്ല, ക്ലിപ്പ് ഇട്ടോണ്ടേ 4 സൈഡ് പല്ലില്ല. ഓ ഇങ്ങനെയൊക്കെ വരുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ജവഹർലാൽ നെഹ്റു പ്ലാനറ്റേറിയം. അത് ഫ്രീ ആവുന്നു. ഞാന് ക്രോമിലായിട്ട് നിയറസ്റ്റ് പ്ലേസ് വിസിറ്റ് കാണിച്ചു പോന്ന. ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണത് ഡ്രസ് എടുക്കാൻ വേണ്ടി യാത്ര. പിന്നെ ലൈക്ക് ഇപ്പൊ ഞാനിപ്പോ 2 ദിവസം അടുപ്പിച്ച് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോ എന്താ പറയാ ഒരുപാട് പൈസ കിട്ടും. ഞാൻ വന്നപ്പോ തന്നെ എന്റെ 2000 എന്റെ ചാമ്പി ഓട്ടോകാരൻ, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ വെറുതെ ഇനി പൈസ കളയാൻ റെഡിയല്ല. ഇന്ദിരാഗാന്ധി മെഡിക്കൽ ഫൗണ്ടേഷൻ മറ്റേതാട്ടോ, മറ്റേ ജവഹർലാൽ നെഹ്റു പ്ലാനറ്റേറിയം. അതൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് ആകെ ഒറ്റ വഴി, ഒരു ജംഗ്ഷൻ വരും. ജംഗ്ഷന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് വന്ന വഴിയാ. ഈ പാത്ത് കുറെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ, അറ്റം വരണ്ടേ. അപ്പൊ ഇതുപോലൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാം. ലൈക്ക് നമ്മുടെ അവിടെ കുറച്ചിങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ. സൈക്ലിസ്റ്റ് ഒക്കെ കുറവാണ്, പക്ഷെ എന്നാലും സൈക്കിൾ ഓടിക്കുന്നവർക്കൊരു നല്ലൊരു കാര്യം. അതെ, ഇനി എത്ര ദൂരം ഉണ്ടോ അറിയില്ല. ഇപ്പൊ സമയം 11:45. ഇനിയും കുറച്ചുകൂടെ പോകേണ്ടിണ്ടാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചു. പിന്നെ സൈഡിൽ എന്തായത് പാലസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, ഗ്രൗണ്ട് ഗാർഡൻ ഉണ്ടോ. ഇപ്പോ ബാംഗ്ലൂരിൽ നിന്ന് പാലസിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോ തന്നെ അവിടെ കട്ട്പിടിച്ച് ഉണ്ടായിരുന്നു, കട്ട്പിടിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിച്ചു. ആദ്യം 160 പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ചോദിച്ചു റേറ്റ് എത്ര, അല്ല ഇത്രേ ഉള്ളൂ, ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടോ ചോദിച്ചു, എത്ര ചോദിച്ചു. അപ്പൊ 160 പറഞ്ഞു. ഞാൻ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു 100 2 തരാം. ശരി. അപ്പൊ അത് കൊടുത്തിട്ട് പറഞ്ഞു. ഞാൻ ഇനിയും ബാർഗെയിൻ ചെയ്യാൻ പഠിച്ചിട്ടില്ല, ഇനിയും പഠിക്കണം, അല്ലെ കുറെ പഠിക്കാനുണ്ട്. ഈ സ്ഥലമൊക്കെ അടിപൊളി രസമാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട്. സ്റ്റാൻഡ്സ് ലൈക്ക് ഇതിവര് എന്തിനാക്കി അറിയില്ല. അതായത് ലൈക്ക് ഇതേപോലെ തന്നെയാണ് ഫുള്ള് ബാംഗ്ലൂരിന്ന് വെച്ചാ നല്ല രസം തന്നെ അല്ലേ. ഇത് സൈക്കിൾ ഡ്രൈവാണല്ലോ, സൈക്കിൾ ഡ്രൈവാ. ഇത് കുറെ ഉണ്ട്. ഈ അവിടെ നിന്ന് എണ്ണാൻ തുടങ്ങിയല്ലേ. എങ്ങനെ പോയാലും 1 കിലോമീറ്ററോളം ഉണ്ടാകുന്നു. ഞാന് ഗൂഗിൾ മാപ്പിൽ കാണിച്ചപ്പോ ഇപ്പൊ സമയം 11:43. അപ്പോ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോ 12 മണിക്ക് എത്തുന്നതാണ് അവർ കാണിച്ചത്. ഞാൻ അതിന് മുന്നേ എത്തുന്നത്, കാരണം ഞാൻ വേഗം നടക്കുന്നു. ഈ സ്റ്റേഡിയം എത്തിരിക്കണം. ചിലപ്പോഴേ ചിക്കറ്റ് പോയിട്ട് വീഡിയോ എടുക്കുള്ളൂ, കാരണം അത് ഭയങ്കര സീനാ.
ഫോൺ എടുത്താൽ ചിലപ്പോ ചാമ്പിക്കൊണ്ടേയിട്ട് എനിക്ക് തന്നെ തിരിച്ചു വെക്കുന്ന ടീമാണ്. ഓ അത് വേണോ വേണ്ടതെന്ന് അറിയില്ല. അവിടെ നല്ല മൂത്രത്തിനുണ്ടല്ലേ. ശരി, അപ്പോ ഇതൊക്കെ നിർത്തണം ആദ്യം. ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ തന്നെ പാതി സെറ്റാവും. അതെ, പിന്നെ കുറെ ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പാലസിൽ പോയപ്പോ കുറെ ടൂറിസ്റ്റിനുണ്ട്. അതായത് ഞമ്മളും ടൂറിസ്റ്റാണ്, പുറമേ നിന്നുള്ള ആൾക്കാരാണ്, അതായത് ഫോറിനേഴ്സ് ഉണ്ടായി. ഇപ്പൊ ടൈം ഇതാണ്. മതില് ചാടണ്ടാവണ്ടിന്റെ മേലെ കണ്ട കുട്ടിച്ചില് വെച്ചിരിക്കുന്നു. ആ പുറത്ത് സ്കൂളാവുന്നു, അതുകൊണ്ടാ കുട്ടിച്ചില്ലൊക്കെ വെച്ചിരിക്കുന്നത് ചാടിപ്പോളെ പിള്ളേര്. അപ്പോ അങ്ങനെയാ. ഇത് ഫുള്ളുണ്ട് കേട്ടോ. ആ ചെറിയ ചെറിയ ചില്ല് കാണാം. ആ ചെറിയ ചെറിയ ചില്ല് കാണല്ലേ, അതൊക്കെ കുപ്പിച്ചില്ല. ബീറിന്റെ ഹോട്ടലും കള്ളുപ്പിയൊക്കെ അടിച്ചു പിടിച്ചിട്ട് കാണണ്ട ഞാൻ. ആ ഇനിയും നേരെ പോണം. ഇവിടെ പിന്നെ ചിലയിടത്തല്ല, ബാംഗ്ലൂര് അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള സ്ഥലമാണ്. പക്ഷെ എപ്പോഴും അത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അതന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാൽ മതി. ഈ സ്ഥലത്ത് മാത്രം ട്രാഫിക്കില്ല, എന്താ അറിയില്ല. ഞാൻ എന്തായാലും അങ്ങനെ പോയിട്ട് ആ റോഡൊന്ന് ക്രോസ് ചെയ്തിട്ട് പിന്നെ ഇത് രാജ്ഭവൻ ആട്ടോ. രാജ്ഭവൻ ആ ഗേറ്റ്, അവിടെ കുറെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ ഉണ്ട്. പുറത്തെ വെള്ള കാണുന്നൊക്കെ രാജ്ഭവനാണ്. ലൈക്ക് മാപ്പിന്റെ ഒന്നും കാണിച്ചില്ല. ഞാൻ ഇപ്പൊ വരാൻ നേരത്ത് പോലീസിനെ പോയി അയച്ചു. ട്രാഫിക് പോലീസാണ്. നോക്കുമ്പോ കാക്കിട്ട പോലീസുണ്ട്. അപ്പൊ അതിന് അത് രാജ്ഭവനാ. അവിടെ കാണില്ലേ, കാണിച്ചുതരാം നിങ്ങളെ ക്ലിയർ ആയിട്ട്. കാണുന്നുണ്ടോ എന്ന് അറിയില്ല. വേണ്ട, അത് രാജ്ഭവനാ. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളു. ഇനി ഒരു ജംഗ്ഷൻ. ലൈക്ക് മാക്സിമം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ നടന്നിട്ട് ട്രാവൽ ചെയ്യാം. കാരണം ഇങ്ങനത്തെ സ്ഥലമൊക്കെ പിന്നെ നമുക്ക് പിന്നെയും കാണും. ഇനി ഞാന് രാജ്ഭവൻ അവിടെ നിന്ന് ചിന്നസ്വാമിന് മെട്രോ കിട്ടുമെന്ന് തോന്നുന്നു. മെട്രോ ഡ്രൈവ് ചെയ്യാം. ഞാന് കൊച്ചിയിലെ മെട്രോ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടത്തെ യൂസ് ചെയ്യാം. ഹംപിക്ക് പോയിട്ടുണ്ട്. അവിടെ എങ്ങനെയാ വെച്ചാൽ ലൈക്ക് അതൊരു എന്താ പറയാ, ബൗണ്ടറിന്റെ ഉള്ളിൽ സെറ്റപ്പ് അല്ലേ. അതുകൊണ്ട് എനിക്ക് അവിടെ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ടൊന്ന് റോം ചെയ്യുന്നത്. ടോട്ടലി ഫ്രീ ആയിട്ട് ആദ്യമായിട്ട് റോം ചെയ്യുന്നത്. അപ്പൊ ഒരു ഐഡിയ ഇല്ല എവിടെന്നാ തുടങ്ങുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. ലൈക്ക് നമ്മളതിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സർക്കിളിന്റെ ഉള്ളിൽ തന്നെ പാതി സ്ഥലം കംപ്ലീറ്റ് ചെയ്യുന്ന പോലെയല്ലോ. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ആദ്യമായിട്ട് ഫ്രീ ആകുമെന്ന് ഒരു പ്ലാൻ ഇല്ല, വെറുതെ അങ്ങ് നടക്കുക. ഇത് പെട്രോൾ പമ്പ് ആട്ടോ. അല്ല, റോഡ് സൈഡൊക്കെ എന്നാലും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നൊക്കെ. ചിലയിടത്തൊക്കെ ഭയങ്കര വൃത്തിയാണ്, ചിലയിടത്ത് ഭയങ്കര വൃത്തികളാ, കഴിക്കാൻ പറ്റൂല. ഇനി എനിക്ക് തോന്നുന്നു ഇനി സ്ട്രൈറ്റ് തന്നെയാണോ തോന്നുന്നു. അപ്പോ സ്ട്രൈറ്റ് ആണ് കാണിച്ച. സ്ട്രൈറ്റ് തന്നെ പോവാ. ഇവിടെ പിന്നെ നടന്നാലും എത്ര നടന്നു അതായത് മടുക്കുന്നുണ്ടോ എന്നൊരു ഐഡിയ കിട്ടില്ല. കാരണം ആംബിയൻസ് അങ്ങനത്തെ. ഞാൻ ഇപ്പൊ വന്ന സ്ഥലം ഫുള്ള് മറ്റേ ഈ ഫുള്ള് മരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ. ഫുള്ള് നല്ല തണലൊക്കെ ഉള്ള സ്ഥലം. അതുകൊണ്ട് എത്ര നടന്നു എനിക്ക് അറിയില്ല. ഏതാ ബിൽഡിങ് പുറത്ത് കണ്ടില്ല. പോസ്റ്റ് ഓഫീസ് അങ്ങനെ എന്തോ സംഭവം കിടലാട്ടോ. പോലീസോട് ചോദിക്കാം, എന്നിട്ട് പോവാം. പോലീസോട് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞ് സ്ട്രൈറ്റ് പോയാൽ മതി കുട്ടാ, ശരി സ്റ്റേഡിയം കാണാം. അപ്പോ സ്ട്രൈറ്റ് പോവാ. ട്രാഫിക് ഒന്ന് മാറട്ടെ, റോഡ് ക്രോസ് ചെയ്തിട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ നടന്ന് ഒടുക്കം ചിന്നസ്വാമി സ്റ്റേഡിയം എത്തി ഗൈസ്. ഇതല്ല കേട്ടോ, അത് നേരെ കാണുന്നില്ലേ, അത് ഹെഡ്ലൈറ്റ് കാണുന്നില്ലേ. അങ്ങടിക്കാൻ നമ്മൾ പോകാൻ പോകുന്ന നേരത്തെ അകത്ത് കയറുന്നില്ല, കേട്ടൂല. ബട്ട് അതായത് കാണണമല്ലോ. ബാംഗ്ലൂർ വന്നിട്ട് പിന്നെ സ്റ്റേഡിയം കണ്ടില്ല എന്ന് വെച്ചാൽ പിന്നെ എന്താ. ഇപ്പോ അതെ, കുബൻ പാർക്ക് ഇത് തന്നെയാണ്. ഇതാണ് മെട്രോ കേട്ടോ. ഇവിടെ മെട്രോ കയറാം. ട്രാഫിക് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ട് അപ്പോ കുറച്ച് കഴിയട്ടെ, കുറച്ചും കൂടെ നടന്നിട്ട് സ്ഥലം നോക്കാം. അതിന്റെ ചുറ്റൊന്നും നടക്കാം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് അവിടെ നോക്കിയാ ഫൈറ്റർ ജെറ്റ് ആണ്ടെങ്കിൽ ജെറ്റ് വിമാനം.
ഡിസ്പ്ലേ വന്നു. സംഭവം കൊള്ളാട്ടാ. വർക്കിങ് വേണ്ട ജെറ്റ് കണ്ടോ, ജെറ്റ് ഇനി സ്റ്റേഡിയം എത്തിയിട്ട് നോക്കാം. ചിന്നസ്വാമി സ്റ്റേഡിയം എത്തിയിട്ടോ. ഞാൻ നടന്ന ആ സൈഡിൽ കൂടെ വന്ന് കറങ്ങി ഇങ്ങനെ വന്നു. ആണ് ചിന്നസ്വാമി സ്റ്റേഡിയം. ഇത് ഗേറ്റ് നമ്പർ 21 അതല്ലേ. ഇനി അങ്ങനെ കുറെ ഗേറ്റ് ഉണ്ട്. ഇനി ഞാന് മെട്രോ കയറിയിട്ട് മെജസ്റ്റിക് വന്നോണ്ടിരിക്കുക. ഇനിയിപ്പോ അങ്ങനെ ചെയ്താൽ ഇത് തന്നെയാണ് മെട്രോ. ഇതിന്റെ പ്രധാന മെട്രോ കയറിയിട്ട് അങ്ങോട്ട് പോവാം. മെജസ്റ്റിക് തിരികെ മെട്രോ കയറാൻ പോവാട്ടോ. ഇവിടെ ആരും ഇല്ല. അത് വർക്കിംഗ് ടൈം ആയതുകൊണ്ട് നമ്മൾ വന്ന ആഴി കൂടെ വന്ന് ഇങ്ങനെ വന്ന് ഇതാണ് കുബൻ പാർക്കിന്റെ മെട്രോ മാപ്പ് കണ്ടു. ഇനി എന്താ ഇനി ഒരു പിടിയില്ല കേട്ടോ എന്താ ചെയ്യേണ്ടത്. അങ്ങനെ വന്നു. സോ നമ്മൾ ഇങ്ങനെ പോയിട്ട് മജസ്റ്റിക്കാണ് പോകണ്ട ചോദിക്കാം. അവിടെ പോയി ചോദിച്ചത് മെട്രോ ഒന്നും കൂടിയുള്ള ഉള്ളിൽ എന്തൊക്കെയൊക്കെയോ ഇതാക്കി. ഇനിയിപ്പോ എക്സിറ്റ് ആക്ക. ഞാൻ ചിപ്പേറ്റർ കണ്ടാണ്, പക്ഷെ മെജസ്റ്റിക്കിൽ വന്ന് ലോക്കായി പോയി. ഒരു തേങ്ങയും തിരിയൂലാട്ടോ. ഇതാ വന്നു കഴിഞ്ഞാ മെട്രോ ആകെ ഫുള്ള് കൺഫ്യൂഷനാ. ഞാൻ ഇതെടുത്തപ്പോ അവര് തന്നത് എന്താ അറിയോ, കാണിച്ച സാധനം കാണിച്ച ഇതാണ്. ഇതാണ് ചേട്ടൻ തന്നെ. ഇതെന്താ സാധനം, ഇതവിടെ കൊടുക്കണ്ട ഒരു കൊടുത്തില്ല. നമുക്ക് നോക്കാം. എക്സിറ്റ് ഗേറ്റ് എവിടെയും കൊടുത്തേക്കാം. ഞാൻ ഇപ്പോഴും മെട്രോനുള്ള പൊന്നു മോനെ ആദ്യത്തേക്കാ വരുന്ന വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഒന്നും മനസ്സിലാവില്ല. ഫുള്ള് ലോക്കായി പോകും. വേറെ എന്തൊക്കെയൊക്കെയോ ആണ് ഇതിനകത്ത്. ഇപ്പൊ ഞാൻ എവിടെ എനിക്കൊരു പിടുത്തില്ല. ഒരു പിടുത്തില്ല എവിടെയാണ്. ഇതെന്താ അത് കണ്ടോ കണ്ടോ മിനിവേഷൻ ആവുന്നു. എന്തായാലും അവിടെ എക്സിറ്റ് കാണിക്കുന്നുണ്ട്. അവിടെ പോയി നോക്കി നോക്കാം എന്താ അവസ്ഥ. ഞാൻ പുറത്തിരുന്ന് ഞാൻ രാവിലെ എപ്പോഴോ കണ്ട പോലെ ഉണ്ട്. പക്ഷേ ഒരു ഐഡിയ ഇല്ല. ഇവിടെ കൊട്ടയ്ക്ക് ആദ്യമായിട്ട് വരണച്ച തീർന്നു ഒന്നും തിരിയില്ല. പോയി നോക്കി നോക്കാം. അവിടെ എക്സിറ്റ് കാണിക്കുന്നുണ്ട്. ഇവിടെ മറ്റേ യെല്ലോ ലൈൻ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇത് ബ്ലൈൻഡിനുള്ളതാണ്. കാരണം ആൾക്കാർക്ക് സ്റ്റിക്ക് ഉപയോഗിച്ച് ഇത് കൂടെ നടക്കാം. എക്സിറ്റ് ഇത് എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ ഒരു സ്ഥലത്ത് കയറി പോകുന്നു, ഒരു സ്ഥലത്ത് ഇറങ്ങി വരുന്നു. എന്തായാലും എവിടെ എത്തിയിട്ട് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കട്ടെ ഞാൻ എവിടെയാണ്. എന്നാലും എല്ലൊക്കെ നടക്കുള്ളൂ. അല്ലാണ്ട് ഫുള്ളും കുടുങ്ങിപ്പോവേ. ഇവിടെ എല്ലാം കുറെ അവിടെ എക്സിറ്റ് ഗേറ്റ് ഏതാ ശരിക്കും എക്സിറ്റ് ഗേറ്റ് എനിക്കറിയില്ല. കുറച്ച് പേര് അങ്ങോട്ട് പോകണ്ട. അവിടെ പോയി നോക്കിയേക്കാം. ഞാൻ എന്താ ഇതിന്റെ പുറത്തെത്തി. ഇവിടെ ബസ്സൊക്കെ ഉണ്ട്. ഇത് തന്നെയാണോ ഒന്ന്. കാരണം ഇവിടെ മറ്റേ അണ്ടർഗ്രൗണ്ട് മാർക്കറ്റ് അങ്ങനെ എന്തോ സ്കീമുണ്ട്. ഇന്നലെ കണ്ട അതാണ്. കുറച്ച് ആൾക്കാരെ ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും അത് പോയി നോക്കിയൊക്കെ എന്താന്ന് ഒന്നും പിടിയില്ലേ. നടക്കുക നടന്നിടന്ന് എവിടേക്ക് എത്തണമല്ലോ. കുറെ ബസ്സൊക്കെ വരുന്നുണ്ട് അവിടെ. ഇത് തന്നെയാണോ മറ്റേ മെജസ്റ്റിക് ഭാഗം ഇതാവുന്നു. പോയൊക്കെ സബ്വേ എക്സിറ്റ് ആവും. എനിക്ക് ഇത് മെജസ്റ്റിക് എത്തിയിട്ടോ. മെജസ്റ്റിക് എത്തി. ഞാൻ രാവിലെ ശ്രദ്ധിച്ചത് മതി. ഞാൻ വേറെ എവിടെ എത്തും വിചാരിച്ചു. ഇത് അവസാനം ഈ മെട്രോ പോയി നിൽക്കുന്നത് യശ്വന്ത്പൂരിലാ. അവിടെ എടുക്കുന്നില്ല. കാരണം ഞാൻ 20 ടിക്കറ്റ് എടുത്ത് അത് ഇടും. മറ്റേ ഞാൻ ഒരു കോയിൻ കാണിച്ചെന്നില്ലേ, ആ കോയിൻ അതിനകത്ത് ഇടുമ്പോ ആണ് ഇത് കാണിക്കുക. വെളിയിൽ എക്സിറ്റ് ആകാൻ പറ്റുമോ? എക്സിറ്റ് ഞാൻ പുറത്തായിട്ടോ. പിന്നെ എങ്ങനെ നടന്നെങ്കിലും പോവാം. പിന്നെ നമ്മളെ നാട്ടിൽ വല്ല വെയിലൊന്നും ഇല്ല കേട്ടോ. വെയില് ചെറിയൊരു വെയിലുള്ളൂ. രാത്രിയൊക്കെ ഭയങ്കര തണുപ്പ് അവിടെ.
ഈ നേരത്ത് ഭയങ്കര തണുപ്പാ. ഭയങ്കര തണുപ്പല്ല, കുറച്ച് തണുപ്പ്. അത് നമ്മുടെ അവിടെ ഇല്ല, തണുപ്പില്ലാത്തോണ്ടാവും. അതാവോ തണുപ്പുണ്ട്, കുറച്ച് അത്യാവശ്യം തണുപ്പുണ്ട്. ഞാനിപ്പോ എവിടെയാണ് പിടുത്തില്ല. ഇവിടെയുള്ള ഓട്ടോക്കാരനൊക്കെ ശ്രദ്ധിച്ചോളെ. 1 കിലോമീറ്റർ ഓടിയെന്ന് വെച്ചിട്ട് 500 രൂപ ചോദിക്കുന്ന ടീമാ. ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ ഇവൻ പോകും. എനിക്ക് ഈ സ്ഥലം കിട്ടി കേട്ടോ, സ്ഥലം കിട്ടി. അതിന്റെ പിന്നാലെയാണ് എന്റെ ഹോട്ടൽ, മറ്റേ അവിടെ ഹോട്ടൽ പുഷ്പമംഗലം അങ്ങനെന്താ കാണാനല്ലേ, അതിന്റെ ബാക്കിലാണ് എന്റെ റൂം വരുന്നത്. ഇപ്പൊ തിരിഞ്ഞ് സംഭവം ഞാൻ ചെയ്തത് ശരി തന്നെ. അങ്ങനെ പോയി ഇങ്ങനെ വരിക, അത്രേ ഉള്ളൂ. ഇതിന്റെ താഴെ ഒരു മാർക്കറ്റ് നോക്ക്. അധ്യക്ഷ മാർക്കറ്റിൽ കയറുമ്പോ ഞാന് ഫോണ് എടുക്കില്ല കേട്ടോ, കാരണം കുറച്ച് പ്രശ്ന, സ്ഥലം കുറച്ച് സീന. ഹലോ ഗായ്സ്, ഇപ്പോ സൺഡേ മാർക്കറ്റിലുള്ളത്. ഇത് ഇന്ന് വലിയ തിരക്കില്ല. എവിടെ ഇത് സൺഡേ മാർക്കറ്റ് ആണോ എന്ന് അറിയില്ല. ഗൂഗിൾ മാപ്പിലാണ് ഇപ്പൊ അതിനെ കണ്ട. ഫോണ് വെക്കുന്നില്ല, കാരണം കഴിഞ്ഞ ചിലപ്പോൾ അടിയുള്ളൂ. ഇവിടെ ഫുള്ളും ഫ്രൂട്ട്സ് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇത് സൺഡേ മാർക്കറ്റാണ്. ഇവിടെ ഫുള്ള് ഇപ്പോ പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫുള്ളൂടെ പച്ചക്കറിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളു. അതിനെ ഇപ്പൊ ഇവിടെ പച്ചക്കറിയും കാര്യങ്ങളും മാത്രമല്ല, അപ്പോൾ പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. നാളെ ഈ സ്ഥലം ഇല്ലായിരിക്കുന്നത്. നമുക്കിപ്പോ തിരിച്ചു വിടണ്ടോ സേഫ് അല്ല. നമുക്ക് ഈ നാളെ ഇങ്ങോട്ട് വരാം. ലൈക്ക് അതെ, നാളെ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോ എല്ലാം ഓപ്പൺ ആയിരിക്കും. ഇപ്പോ ആ ടൈം വരെ ഇപ്പൊ ഇവിടെ വലിയതില്ല. ലൈക്ക് ഇപ്പൊ നാളെ ആകുമ്പോ ഈ സൈഡിലൊക്കെ കുറെ ബെഞ്ചായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരിക്കും. അപ്പൊ അവിടെയാണ് കച്ചവടം ഉണ്ടാവുക. അവിടെ നല്ല കച്ചവടമായിരിക്കും. ഞാനിപ്പോ നേരെ റൂമിൽ ഇരുന്നല്ലോ, എവിടേക്കാണ് നടന്നത് ഒരു പിടുത്തമില്ല. അങ്ങനെ കണ്ട് ഇപ്പൊ ഇത് കണ്ടില്ലേ, ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, പഴം, അവിടെ ഫുള്ളും പച്ചക്കറികളാണ്. മാർക്കറ്റ് ഇവിടെ ഭയങ്കര സുഖമായിട്ടാണ് കണ്ടിട്ടുള്ളൂ, കാരണം ഫുള്ള് തിരക്കാം. സൺഡേ മാർക്കറ്റ് എല്ലാം തന്നെ നല്ല തിരക്കാം. അപ്പോൾ സൺഡേ ആകുമ്പോൾ ആലോചിക്കാം, വെള്ളരി സാധനങ്ങളെല്ലാം. മേലെ അമ്പലമാണ്. പച്ചക്കറി കച്ചവടമൊക്കെ ചെയ്യാനുണ്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ചങ്ങായി ചെയ്യുന്നുണ്ട് പച്ചക്കറി കച്ചവടം. ഇപ്പോ പുള്ളി പറഞ്ഞ അതൊക്കെ നോക്കിട്ട് എന്താ ഒക്കെയാണ് ഇവിടെ ഫുള്ള് പച്ചക്കറികളാണ്. രാവിലെ എന്താ പാടെന്നറിയില്ല. ഇവിടെ എന്താ പറയാ, എല്ലാം നല്ല കുറവ് റേറ്റ് വരും. ഞാൻ വരുന്ന വഴിക്ക് ആപ്പിളൊക്കെ കണ്ട്. ഞാൻ ആദ്യം വീഡിയോ എടുക്കാത്ത, ആദ്യം സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വഴിയൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് പിന്നെ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ടോ. ഇവിടെ നല്ലേ വാഴല കേട്ടോ, ഇവിടെയൊക്കെ വാഴല്ലേ. വഴിയില്ലാത്തവർ കൂടെ കുറെ മലിഞ്ഞ വണ്ടി എടുത്തിട്ട് പോകും. കാറും കൊണ്ടൊക്കെ വരണം അതിനകത്ത്, സമ്മതിക്കണം, അല്ലാത്ത മനസ്സിനെ. അങ്ങനെ അതിന് നേരെ വരുന്ന വഴിക്കാണ് ഞാൻ ആപ്പിളൊക്കെ ഉണ്ട്. ഞാന് വെറുക്കേനോടത്തുനിന്ന് ഇവിടെ നിന്നാണ് ആപ്പിൾ പോകുന്നത്. അതായത് വെളിയിൽ നിന്ന് ആപ്പിൾ വന്നിട്ട് ഇവിടെ എത്തിക്കുന്ന, ഇവിടെ നിന്ന് ഇങ്ങനെ റോൾ ചെയ്തുള്ള സ്കീമാണ്. അതാണല്ലേ നാളെ ഞാൻ പോകാൻ സെറ്റാവും, നല്ല തിരക്കാവും, കുറച്ച് തിരക്കാവും. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ പശു, എവിടാണെന്ന് അറിയില്ല. ഇങ്ങനെ വഴിക്ക് കുറെ പശു ഉണ്ട്. പിന്നെ ലൈക്ക് നാളെ ഇവിടെ ഫുള്ളും ആൾക്കാരായിട്ടോ. നാളെ ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും. ഈ സൈഡ് ഫുള്ളും, ഈ സൈഡ് ഫുള്ളും, ഈ സൈഡ് ഫുള്ളും. ഗൂഗിൾ മാപ്പിലും സൺഡേ മാർക്കറ്റ് കാണിച്ചിരിക്കും. അപ്പോൾ അതിനായിരിക്കും ഈ തിരക്ക് കൂടെ ഇങ്ങനെ ഓരോ വണ്ടി എടുത്തിട്ട് വരുമ്പോഴാണ് തലവേദന. പോകാൻ വഴിയില്ല. അപ്പൊ നമുക്ക് പോവാം.
ഇവനുണ്ടോ ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആപ്പിളാ, ഒക്കെ ഫുൾ ആപ്പിളാണ്ടോ, ആപ്പിളോ, ഇതൊക്കെ ആപ്പിളാ. ഞാൻ പിന്നെ വന്ന വഴി അങ്ങനെ വന്നു, വരാൻ നേരത്തെ അങ്ങനെ വന്ന വഴി തിരിച്ചോ. ഇത് തലവേന എല്ലാവരെയാണ് നോക്കുന്നുണ്ട്. എന്താ ഈ പയ്യനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിനകത്ത് അവർക്ക് ആർക്കും എന്റെ കയ്യിലുള്ള ഫോൺ കാണുന്നില്ല. നാളെ പുലർച്ചെ വരുമ്പോൾ നിങ്ങൾക്ക് വഴിയൊക്കെ മനസ്സിലാവും. ഞാൻ ഇന്ന് രാത്രി ഒരു സാമ്പിൾ അടിക്കാന്ന് വെച്ചിട്ടാണ്. കാരണം ഇനി നാളെ ആദ്യമായിട്ട് വരുമ്പോ ലോക്ക് പോരുതല്ലോ. ഇപ്പൊ ഒന്ന് സാമ്പിൾ അടിച്ചിട്ട് ഇവിടെ ഫുള്ള് ഹോൾസെയിലിന്റെ പരിപാടി കേട്ടോ, പക്ക ഹോൾസെയിലാ. അതെ, പക്ക ഹോൾസെയിലാ. നല്ല കച്ചവടം തുടങ്ങാൻ വല്ല കൂടി ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, നേരെ വണ്ടി എടുത്തിട്ട് വന്നു ബാംഗ്ലൂർക്ക്. നല്ല പൈസക്ക്, കുറഞ്ഞ പൈസക്ക് സാധനം കിട്ടും. ഞാൻ പിന്നെ നേരെ അവിടെ നിന്ന് മജസ്റ്റിക്ക് നേരെ റൂമിൽ വന്ന് പിന്നെ കടന്നിറങ്ങി. കുറച്ച് ഈ ഒരു ടൈം ആകുമ്പോൾ ഇറങ്ങാന്ന് വെച്ചത്. കാരണം ഞാൻ രാവിലെ ഇറങ്ങിയതാ, രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. വൈകുന്നേരത്തിന് വരാന്ന് വെച്ച് വന്ന ഫോണാക്കി കുറെ കാലത്ത് ഉണ്ടാക്കി. അത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാതെ. കടക്ക ഹോൾസെയിൽ ആട്ടോ, ഈ സൈഡ് കാണുന്ന എല്ലാം ഹോൾസെയിലാണ്. നേരെ കാണുന്ന കടയും ഹോൾസെയിലാണ്. ഇതാണ് ഇവിടുത്തെ മെട്രോ. മെട്രോന്റെ നേരെ പോയി നോക്കാം, അല്ലാതെ എന്റെ തലവേദന നാളെ പോയി. ഇന്നത്തെ കണ്ടുകൊണ്ടൊക്കെ തള്ളിക്കൊണ്ടുപോകും. വിശ്വാസമില്ല, തലവേദന ഇവിടെ കുറച്ചില്ല. കണ്ടിപ്പോ തന്നെ ഭയങ്കര പ്രശ്നം. എനിക്ക് പങ്കെടു കിടക്കണം ആണിപ്പോ എന്റെ ഡോക്ടർ. അത് എങ്ങനെ കിടക്കുന്ന ഒരു ഐഡിയില്ല മോനെ. ഞാൻ നേരെ വന്നു, നേരെ എങ്ങനെ ഇടിയില്ല. ഞാൻ എന്തായാലും മെയിലൊളിച്ചിട്ട് കാണാം. ഇവിടെ വിചാരിക്കുന്നതിനേക്കാളും തിരക്കുണ്ട്. നാളെ നാളേക്ക് ഈ നേരത്ത് ഒടുക്കത്തിലേക്ക് ക്ലാസ്സുകളെ കണ്ടുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. അവിടെ നോക്കിയ തിരക്ക് നോക്കിയ ട്രാഫിക് നോക്കിയ മനസ്സിലാവണ്ടല്ലോ എത്ര ട്രാഫിക്കാണ്. കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ബുക്ക് എടുക്കണം. ഞാൻ കുറച്ച് ബുക്ക് കഴിക്കും. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ബുക്ക് കയറിയപ്പോ അവിടേക്ക് ചേട്ടാ നീ MBBSന്റെ അങ്ങനെ എന്തിന്റെ ബുക്ക് ഉണ്ടായി, ഈ കോമഡിയുടെ ബുക്കൊക്കെ ഉണ്ടായി. നിങ്ങൾക്ക് മനസ്സിലാക്കാല ഇവിടെ വന്നിട്ട് പിള്ളേര് ബുക്ക് മേടിക്കുന്നു. ഞാൻ ഇനി ഈ ഒരു ഇത് ഞാൻ ഇന്നെന്താ തിരക്കില്ലാത്ത ഈ ഒരു ഇത് കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ ലൈറ്റിന്റെ സ്കീമാ. ഫുള്ള് മറ്റേ ഫ്ലൈറ്റിന്റെ ഇടയാണല്ലോ, ഫുള്ള് ലൈറ്റാ. ഇവിടുന്ന് ഒരു അറ്റം വരെ ഫുള്ള് ലൈറ്റ് ആയിരുന്നു. എന്റെ സൗണ്ടിങ് കേൾക്കണ്ടോന്ന് അറിയില്ല, ഭയങ്കര ഹോണറിയാ. ഞാൻ വരാൻ നേരത്തെ ഞാൻ സ്റ്റെക്കായി പോയി. ലൈക്ക് എന്താ പറയാ, നീങ്ങാൻ വഴിയില്ല. ഞാൻ ഇപ്പോ 6 മണിക്ക് ഇറങ്ങിയതാ. നീങ്ങാൻ വഴിയില്ലാണ്ട് കുറേ ആയി എന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാന്ന് വിചാരിച്ച് ഞാൻ പോകാൻ നേരത്ത് ഭയങ്കര ലാഗായി. അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ലൈറ്റാവും. ഞാനിപ്പോ അവിടെ ഒരു വീഡിയോയില്ലാട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ വന്നിട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്ന ചെറിയ ചെറിയ ലാൻഡ് മാർക്ക് വെച്ചു ഞാൻ എനിക്ക് തന്നെ. എന്നിട്ട് കണ്ട ഇപ്പൊ അവിടെ ഒരു പോലീസിനല്ലേ, ആ പോലീസിനാണ് ഞാൻ ലാൻഡ് മാർക്ക് വെച്ച്. അവിടുന്ന് ഞാൻ നേരെ വന്നിട്ടുണ്ടായി. അല്ല തിരക്കോട്യങ്ങള് അപ്പൊ ഇവിടെ കയറി നടക്കാം.
ഞാൻ പറഞ്ഞു ലൈറ്റിന്റെ സെറ്റപ്പ് അത് ഇവിടെ കേട്ടോ. ഈ രണ്ട് സൈഡ് ലൈറ്റാ, എന്ത് കാണാം, ഫുള്ള് രണ്ട് സൈഡ് നല്ല ലൈറ്റാ. രസമുണ്ട് കാണാൻ. ഞാൻ നടക്കാ കുറെ. ഇനി എന്താ ഈ സൈഡ് കാണുന്ന ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. ഈ സൈഡ് കാണുന്നെല്ലാം ലൈറ്റും എല്ലാം അതൊക്കെ കംപ്ലീറ്റ് ലൈറ്റാ. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് ലൈറ്റാ. അവിടെ ഒരു നല്ല ബ്ലോക്കിന്റെ ബാക്കില്, അതുകൊണ്ടാണ് ഇവിടെ ഓടിക്കുന്ന ഫ്രീ. ഇത്രയും ഫ്രീ എന്ന് പറയുമ്പോൾ എനിക്ക് ഓക്കെ, ഫ്രീ ഒന്നല്ല, സംഭവം ചെറുതാണ്. പക്ഷെ എത്രയും ഫ്രീ എന്ന് പറയുമ്പോ അപ്പുറത്തുണ്ടോ അത്രയും ട്രാഫിക്കാ. പിന്നെ ഇവിടെ കഴിയുമ്പോ അമ്പലമുണ്ട് കുറെ. എനിക്കറിയില്ല, ഭക്തിക്ക് ഭയങ്കര ഇതാ, പക്ഷെ വൃത്തി ഒട്ടുമില്ല. സംഭവം നൈസാട്ടോ ലൈറ്റൊക്കെ ആയിട്ട്. ഞാനിപ്പത് ഫോണ് പൊക്കി പിടിച്ചിരിക്കുക, എന്റെ നെഞ്ചോ ഓടിച്ച് പിടിച്ചിരിക്കുകയാണ്. ഞാനും നീറ്റ് എങ്ങനെ പിടിക്കുമ്പോൾ ഒരു തട്ട് കെട്ടിയിട്ട് ആദ്യം അടിച്ചോണ്ട് പോകണം. നല്ല രസം ഉണ്ടാവും. ബാംഗ്ലൂർ വന്നതിന് ഇത് രണ്ടാമത്തെ ഉറങ്ങാം. ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലല്ലോ വന്നു. ആയിട്ടില്ല കേട്ടോ, ആയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാപ്പ് ഇട്ട് പോകാം, അപ്പൊ എല്ലാം ഐഡിയ കിട്ടും. ഒരാളെയോ വന്നൊരു ഓർമ്മ, അത് ഞാൻ വന്നു ഈ റൈറ്റ് ആവുന്നു, ഈ ലെഫ്റ്റ് ആവുന്നു. ഞാൻ എന്തായാലും മാപ്പ് ഇട്ടിട്ട് നോക്കിയിട്ട് പോരാ. അങ്ങനെ റോഡ് കണ്ടുപിടിച്ചു. ഞാൻ വന്നാൽ ശരി തന്നെ. ഞാൻ വന്നിട്ട് അവിടെ നിന്നൊരു ലെഫ്റ്റ്, നേരെ വന്നിട്ട് ഒരു ലെഫ്റ്റ് എടുത്തായി ആ എന്നാ സ്ഥലം. ഈ സ്ട്രെയിറ്റ് പോയി ഇത് സംഭവം നോക്കിയേ. ഈ കട ഇതാണെന്നെല്ലാം, അതായത് ഇപ്പൊ നമ്മുടെ മിഠായി തെരുവില്ലേ കാലിക്കറ്റ്, അതെന്ന് പറയുമ്പം എന്താ പറയാ, കുറച്ചിങ്ങനെ പോയിട്ട് ഒരു റൗണ്ട് അല്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ മിഠായി തെരുവ് എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, അങ്ങനെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവില് ഫുള്ള് ജിഗ്ഗാണ്. അതായത് ഫുള്ള് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഏരിയ. അപ്പോ കുറെ തപ്പണം, നല്ല നല്ല സാധനം വില കുറവിലൊക്കെ വേണമെങ്കിൽ കുറേ തപ്പണം. നാളെ എന്തായാലും സൺഡേ ആണ്, ആ സൺഡേ മാർക്കറ്റ് എന്തായാലും പൊളിക്കാം. പിന്നെ അതെ എന്തായാലും നോക്കണം. പിന്നെന്താ, ഇപ്പൊ ജംഗ്ഷൻ രാവിലെ വന്ന പോലെ ഉണ്ട്. രാവിലെ ഞാൻ സ്ട്രൈറ്റ്, അതായത് തന്നെ എന്നെ പോലെ ഇങ്ങനെ ചെയ്യാം. എല്ലാ സ്ഥലത്തേക്ക് ഇങ്ങനെ ചുരുളി പോലെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലാൻഡ്മാർക്ക് ഓർത്ത് വയ്ക്കുക. ലാൻഡ്മാർക്ക് ഓർത്ത് വെച്ചിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും നല്ല. അതെനിക്ക് അപ്പുറത്തെ അടുക്കള വന്ന് അവിടെ ഒരു ഷൂ കടയില് ഷൂ ഷോപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ മുന്നിൽ കൂടെ വന്നു. പക്ഷേ ഈ സൈഡ് വല്ലതും ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നു. ഇനിയിപ്പോ ലെഫ്റ്റ് പോയിട്ട് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ എന്റെ റൂം വരും. അതല്ല, നമുക്ക് കഴിക്കണം. സമയത്തേ പാസ് വാങ്ങിയിട്ട് നമുക്ക് നീങ്ങാം. അല്ല അതിന്റെ ശരി ഇന്നത്തെ ട്രാഫിക് നല്ല മറ്റേ ആർക്കും അറിയെങ്കിൽ പറയണേ. ആ VSC എന്താ സാധനം, അതാണ് VSC എന്താന്ന് അറിയുന്നു പറയണ, ഒന്ന് കമന്റ് ചെയ്യേ. VSC എന്താ സാധനം. എൻ്റെ റൂം ഈ റോഡ് കേട്ടോ, ഈ റോഡ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ റൂമൊക്കെ നമ്മളിപ്പോ കഴിക്കാൻ പോവാ. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ആ ഓട്ടക്കാരൻ്റെ ശാന്തിയത്, മറക്കില്ല. ഇനി നേരെ ഫുഡ് അടിക്കാൻ പോവാം. ഫുഡ് അടിക്കാൻ
അടിക്കുന്നില്ല, ക്ലാസ്സിൽ അടിക്കുക. കാരണം പിന്നെ കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് ഈ നമ്മുടെ ബീവറേജ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ക്യൂ നിന്ന് കുറെ നേരം നിന്നിട്ടല്ലേ മേടിക്കാ. ഞാൻ മേടിക്കില്ല, കണ്ടിട്ടുണ്ട് കുറെ അങ്ങനെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു മാതിരി മറ്റേ തുണിക്കടയിലൊക്കെ കയറിയിട്ട് സാധനം എടുക്കില്ലേ, ആ ഒരു മൂടാണ്. ഞാൻ ഇന്ന് ഒരു 500 ക്യാഷായി മേടിക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ പോയി. അതാ അറിയാം സംഭവം നൈസ്, നല്ല നല്ല സെറ്റപ്പാണ്. മറ്റേ നമ്മൾ ഈ എന്താ പറയാ ശരിക്കും റെസ്റ്റോറന്റ് ടൈപ്പില്ലേ, അല്ല റെസ്റ്റോറന്റ് അല്ല, ഷോപ്പ് ടൈപ്പില്ലേ, ആ ഒരു ടൈപ്പ്. സൈഡ് ഫുള്ളും ലിക്കർ. അവിടെ ഒരു റിസപ്ഷനിൽ നമ്മള് ഈ പിള്ളേരെ പിടിക്കാൻ വേണ്ടി 5-ന്റെയും 10-ന്റെയും മിഠായൊക്കെ വെക്കില്ലേ, അതുപോലെ 95-ന്റെയും 60-ന്റെയും സാധനം വെച്ചിരിക്കാം. എന്താല്ലേ ലോകം പോണം. ഓക്കെ, ഇതാണ് മറ്റേ മെട്രോ കേട്ടോ, മെജസ്റ്റിക്കിലെ മെട്രോ. ഇവിടുന്ന് മറ്റേ ടിക്കറ്റ് കിട്ടും. അതായത് നമ്മൾ വന്ന സ്ഥലം, ഞാനൊരു മെട്രോ കാണിച്ചില്ലേ, അങ്ങോട്ട് കിട്ടും. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നടന്നു വരാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം നടന്നു വരിക. കാരണം വേറെ കുറെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമുക്ക്. ഇതെന്താ എൻട്രി ഫോർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്ന് എൻട്രി ചെയ്യാം. ഇതുണ്ടോ, ഇവിടെ നിന്ന് എൻട്രി ചെയ്യാം. ഇവിടെ ഉള്ളവർക്ക് ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അണ്ടർഗ്രൗണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് അവിടെ ഞാൻ ഇവിടെ വന്നത് ബസ്സിനാണ്. മറ്റേ കൺഫേം ടിക്കറ്റില് NS ട്രാൻസ്പോർട്ടോ അങ്ങനെ ബസ്സില്ല. ബസ് 800 ആയി. 800 ടിക്കറ്റ് സ്ലീപ്പറിലാണ്. അതിൻ്റെതായ പൈസ ഉണ്ടാവും. പിന്നെ കംഫർട്ടബിൾ ആണോ ചോദിച്ചാൽ വലിയ കംഫർട്ടബിൾ അല്ല. ലൈക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്ലീപ്പറിലേക്ക് കടന്നു പോകുന്നത്. അപ്പോ റോഡൊക്കെ അറിയാലോ, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, അതിനെ പറഞ്ഞ കാര്യമില്ല. അപ്പോ അങ്ങനെ ആ റോഡിൽ കൂടെ കയറുമ്പോ ഞാനിപ്പോ കയറി കിടന്ന ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോ ഞാൻ മറ്റേ ചുരുട്ടിക്കുട്ടിയെ പായ പോലെ ഒന്ന് താഴെ കിടക്കുന്നുണ്ടാവും. മറ്റേ അപ്പോ ഒരു വിഷയമാണ് ബസ്സിൽ വരുമ്പോ. ഇല്ല, പോകാൻ നേരത്തെ മറ്റേ സീറ്റുള്ള അപ്പൊ അത്ര 500 രൂപ അങ്ങനെ എത്ര ആയില്ലേ. അത് പക്ഷെ ബെൻസിന്റെ കേട്ടോ പോകാൻ പോണേ. എനിക്കറിഞ്ഞില്ല, ഞാനിന്നെ പ്രൈസ് നോക്കിട്ടാണല്ലോ സാധനം നോക്കി. അപ്പോ ഞാന് സ്ലീപ്പർ നോക്കിയില്ല. പോകാൻ നേരത്ത് അതിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും തോന്നുന്നു. ഞാൻ അവിടെ വരാൻ നേരത്തെ ഞാൻ വിചാരിച്ച ഒരു 5 രൂപ അല്ല 5K ആയിട്ടെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നാ. ആ ചാമ്പല് കിട്ടിയതോടെ തന്നെ ആ മൂടങ്ങ് പോയി. അടുത്ത മാസം വേറെ കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നടത്തിയെടുക്കണം. പിന്നെ ഇതാണ് മെജസ്റ്റിക്കിന്റെ മെയിൻ സർക്കിൾ. ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് അപ്പുറത്തെത്തിയിട്ട് കാണിച്ചുതരാം. വീടെടുക്കുമ്പോൾ ഭയങ്കര വല്ലാണ്ട് ഷുവറാവും. അതൊരു പ്രശ്നമാണ്. പ്രശ്നമല്ല, എന്നാലും ഈ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോ എനിക്ക് മറ്റേ രോമാഞ്ചത്തിനില്ലേ, രോമാഞ്ചത്തിന് വിലാവിന്റെ വീടാണ് ഓർമ്മ വരിക. ലൈക്ക് അതിന്റെ ഒരു വീടിന്റെ സെറ്റപ്പ് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ ട്രാഫിക് ആട്ടോ, ട്രാഫിക്കിന് സ്റ്റോപ്പിലേക്ക് മതിയാ. ഈ തിരക്കിൽ കൂടെ കുറച്ച് പ്രശ്നമാണ്. ഞാൻ ഫോണം താഴ്ത്തി പിടിച്ചോണ്ടോ പൊട്ടിപ്പിടിച്ചോണ്ടോ ചിലപ്പോ പണി കിട്ടും. കേൾക്കണ്ടല്ലോ. അതെ, ഞാനിപ്പോ ഈ സർക്കിൾ എത്തിയിട്ട് കാണിച്ചു തരാം. ആ സർക്കിൾ ഞാൻ ബസ് ഇറങ്ങിയത് വന്നിട്ട് ഈ സർക്കിളാണ്. ഞാൻ ഇവിടെ നിന്ന് കറങ്ങാൻ തുടങ്ങിയത് ഒരു 5-5:15 കൂടെ എത്തി. കറങ്ങി 7 എന്റെ റൂമുണ്ട്. 600 മീറ്റർ അപ്പുറത്തുള്ള എന്റെ റൂമ്. അപ്പൊ 2.5 മണിക്കൂറുടെ പടക്കത്തിന് പോകണം. ഇന്നലെ ഞാൻ ഈ നേരത്തെ ഇവിടെ വന്നിട്ടായി. അപ്പോ പിള്ളേര് പടക്കം പിടിച്ച് കളിക്കാം. അതിന്റെ അടുത്ത് ഇവിടൊക്കെ റെസ്റ്റോറന്റ് കേട്ടോ, റെസ്റ്റോറന്റ്. ഞാൻ കഴിച്ചത് എവിടെയാന്ന് വെച്ചാൽ ഇതാണ് സർക്കിൾ. ഈ സർക്കിളിനാണ് മാക്സിമം എല്ലാ ബസ്സും അവിടെയാണ് കയറുക.
പിന്നെ ഞാൻ ആദ്യം ഇങ്ങോട്ട് വരാൻ നേരത്ത് കുറെ പേര് ഇങ്ങനെ ചോദിച്ചു മറ്റേ റൂം സാർ സാർ റൂം 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 മറ്റേ ഈ സൈഡ് നിന്നുണ്ട്. എന്താക്ക ഒന്നും ആക്കല്ല. ഞാൻ ഇവിടെ കട്ടൂച്ച കേട്ടിട്ടുണ്ടോ? ഞാൻ രാവിലെ കട്ടൂച്ച കഴിച്ചിട്ടുണ്ടായി. പിന്നെ ഇന്നലെ രാത്രിയും കട്ടൂച്ചാണ് കഴിച്ചത്. കട്ടൂച്ച കഴിച്ചിട്ട് സ്റ്റാർട്ടർ പോലെ കട്ടൂച്ച കഴിച്ചിട്ട് പിന്നെ ബിരിയാണി കഴിച്ചു. അങ്ങനെ ഓൻ്റെ കയ്യിൽ കണ്ട ആ കുട്ടിയാ ചെന്താല്. ഞാൻ എന്തായാലും ഇനി കഴിക്കുന്ന വീഡിയോ എടുക്കുന്നില്ല. കഴിച്ച് ഇനി റൂമിലെത്തിയിട്ട് നമുക്ക് കാണാം. റൂം കണ്ടില്ല, അല്ലെങ്കിൽ ആ റൂം കാണിച്ചു കഴിഞ്ഞാൽ റൂം എന്നാ സ്ഥലം കാണിച്ചത്. ഇവിടെ ഫുള്ളും ഹോൾസെയിലിൻ്റെ പരിപാടിയാണ്. പിന്നെ നല്ല സ്റ്റെപ്പ് ഇവിടെ ഞാൻ പോവാ. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഡോർമെറ്ററിയാണ്. അത് മതിയല്ലോ. ഒരു ദിവസത്തേക്ക് 400, അങ്ങനെ 400 350 ആവും. 2 ദിവസം ആകുമ്പോൾ 700 അങ്ങനെ. ഇതാണ് കിട്ടുന്ന ബാത്റൂം. ഇതൊക്കെയാണ് റൂം വരുന്നത്. ഇതല്ലേ അല്ലേ? ഈ റൂമാണ് നമ്മളെ റൂം. വരുന്നത് കയറുമ്പോൾ തന്നെ ഒരു ബെഡ്, ഒരു ഫാന്, ഒരു ലൈറ്റ്, പിന്നെ എൻ്റെ സാധനങ്ങൾ. പിന്നെ ഞാൻ രാവിലെ ഒന്നുകൂടെ പേര് കാണിച്ചു. ക്ലിയറായി കാണിച്ചിട്ടൊന്നുമില്ല. ഇതിൻ്റെ ഡോർ ഇത് തുറന്നിട്ട് വരുമ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ട് മറ്റേ ചിക്കൻ ബിരിയാണി ഹാഫ് പീസ് ഫ്രൈ ചെയ്തു. ഇത് എൻ്റെ പ്രത്യേകം എന്താ പറയുക കാണിച്ചു തരാം കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് നോക്കിയേ. ഫാൻ്റെ സ്പീഡ് മാറ്റില്ല. അതിൽ ഡീസൽ എഞ്ചിനാണ് അതുപോലെ. അങ്ങനെ ചെക്കൗട്ട് ചെയ്ത് ഇതിന്റെ താഴെ കൂടെ മെട്രോ പോകും. അപ്പോ വണ്ടി വരുമ്പോ ചെറുതായിട്ടൊന്ന് തലൊന്ന് ഷിവറാവും. ഇപ്പില്ല, ഇടയ്ക്കിടയ്ക്ക് ഷിവറാവും. ഞാൻ വെച്ച് ഇവിടുത്തെ എന്താ പറയാ റോഡ് പണി ശരിയാണ്ടാണ്. അങ്ങനെയല്ല. പിന്നെ ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് അതിന്റെ താഴെ കൂടെ മെട്രോ പോകാം. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മറ്റേ മലപ്പുറംകാരൻ പുള്ളിയാറിന്. അപ്പോ അങ്ങനെ വരാൻ നേരത്തെ ഒരു സീനുണ്ട്. സീനല്ല, വരാൻ നേരത്ത് ഞാൻ എന്റെ ടിക്കറ്റിനകത്ത്, അതായത് ബുക്ക് ചെയ്ത് ഇതിനകത്ത് എത്ര 11 AM എന്നാണ് വെച്ച്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ച് 11 മണിയാകുമ്പോ മെല്ലെ ഇറങ്ങാം. 11 മണിക്ക് ഇറങ്ങാൻ ശരി. അപ്പോ ഇപ്പൊ ടൈം 11 മണിക്കാണ് കാണിച്ചപ്പോ സമയം 21:55, അതായത് 9:55. 11 മണിക്കാണ് എൻ്റെ ബസ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ലൊരു 9:30 ആകുമ്പോൾ ഇറങ്ങിയിട്ട് അങ്ങനെ പോവാം. എന്തോ നല്ല മനസ്സ് വേഗം ഇറങ്ങാൻ തോന്നും. ശരി, ഞാൻ റിസപ്ഷനിൽ പോയി ടാറ്റ പറഞ്ഞിട്ട് പോകാന്ന് വെച്ചിട്ട് നേരത്തുള്ളിയായിരുന്നു. എടാ മോനെ, ഒരു 3 കൂടെ പെൻഡിങ് ഉണ്ടല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോകാൻ നേരത്ത് എൻ്റെ കൂട്ടുകാർ കുറച്ച് ഡ്രസ്സ് എടുക്കാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോ അങ്ങനെ പോകാൻ നേരത്ത് ഇനി ഒരു 3 ജാക്കറ്റ് എടുത്തിട്ട് GPay ചെയ്യാന്ന് വെച്ചിട്ട് GPay ചെയ്യുമ്പം മറ്റേ ലിമിറ്റായിരുന്നു. അടിപൊളിയായി. പിന്നെന്തോ ഭാഗ്യം കൊണ്ട് ഒരു 300 റുപ്യ എൻ്റെ കയ്യിലുണ്ടായി. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് കൊടുത്തു. ഇപ്പോ ഞാൻ മുന്നേ ഞാൻ ശരിക്കും വിചാരിച്ച് പോകാൻ നേരത്ത് ബുക്ക് ചെയ്താൽ പോരെ ബസ്, അങ്ങനെ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ മുന്നേ ബുക്ക് ചെയ്തു. ഇപ്പോ ബസ് കയറാൻ മറ്റേ മെജസ്റ്റിക് ഭാഗത്താണ്. നമ്മൾ ആദ്യം ഒരു ബസ് സ്റ്റാൻഡിൽ കണ്ടില്ലേ,
മെജസ്റ്റിക് അവിടെ നിന്ന് മെജസ്റ്റിക് സന്മാന അങ്ങനത്തെ ലോജിന്റെ അപ്പുറത്തേക്കാണ് ബസ് കയറാൻ. ഞാൻ ഇങ്ങനെ ഇത് കണ്ടില്ല, ഇത് അമ്പലമാണ് മുന്നിൽ കാണുന്നത്. ഇതൊക്കെ അമ്പലം. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ശരിക്കും കുറച്ചും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, പക്ഷേ അയ്യ, അല്ലാണ്ട് എന്റെ നെറ്റ് കഴിഞ്ഞിരിക്കുക. എന്താണെന്നറിയില്ല, എല്ലാം വരുമ്പോ ഒരുമിച്ച് വരില്ല. എല്ലാ പ്രശ്നം വരുമ്പോ അങ്ങ് ഒരുമിച്ച് അങ്ങ് കയറി വരും. അതെങ്ങനെയൊന്നും ഒരു പിടിയില്ല. അപ്പൊ ആദ്യം മറ്റേ സന്മാൻ ലോഡ്ജ് കണ്ടുപിടിക്കാം. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. ഈ സൺഡേ മാർക്കറ്റൊക്കെ അറ്റൻഡ് ചെയ്യാൻ വരുവാണെങ്കിൽ ലൈക്ക് മാക്സിമം ക്യാഷ് കയ്യിലെടുക്കുക. ഇങ്ങനെ വല്ല സ്കീമൊക്കെ ആവും. ഇതിന് വല്ല പരിഹാരം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ അതെ. അപ്പൊ ഈ ട്രിപ്പിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാ, ആരെയും വിശ്വസിക്കരുത്. പിന്നെ പൈസ എപ്പോഴും പൈസയാണ്, അതായത് കയ്യിൽ പിടിക്കുന്ന പൈസക്കേ വിലയുള്ളൂ. GPayയിൽ ഇല്ലാന്നല്ല, കയ്യിൽ പിടിക്കും തോറും അതിന്റെ പവർ മനസ്സിലാവും. അത് സത്യ. ഇപ്പൊ എന്റെ കയ്യില് പൈസ ഇല്ലാന്നല്ല, പൈസ ഉണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഉപയോഗിക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു ഇതാണ്, അതില് കാര്യമില്ല. ഈ ലോഡ്ജ് കണ്ടുപിടിക്കുക, അതിന്റെ മുന്നിൽ പോയി നിൽക്കുക. ബസ്സിന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അത് കയറുക. സെമി സ്ലീപ്പർ ആയിരുന്നു. സോ ഈ ബസ് കയറുക, നാട്ടിൽ പോവാ. ഞാൻ അങ്ങനെ വലുതായിട്ട് പർച്ചേസ് ഒന്നും ചെയ്തില്ല. ഒരു 4 പാന്റും 3 ഷർട്ടും 2 ബനിയനും പിന്നെ ഒരു 3 ജാക്കറ്റും ഒരു 2-3 ബുക്കും. അത് മേടിക്കുമ്പോഴേക്കും മറ്റേ ഡാറ്റ ലിമിറ്റ് വന്നു. പിന്നെ എന്റെ മൂടങ്ങ് പോയി. ഞാൻ എത്ര നേരം റൂമിൽ വെറുതെ കുത്തിയിരിക്കായിരുന്നു. അല്ലാണ്ട് വെളിയിൽ വെറുതെ കറങ്ങിയടിച്ച് നിന്ന് കഴിഞ്ഞാൽ സൺഡേ മെട്രോ ഓഫ് ആട്ടോ. കണ്ടോ, അത് മെട്രോ ആണ്. സൺഡേ ഇവിടെ മെട്രോ ഓഫാണ്. ടൈം ആയത് കൊണ്ടാവാൻ അറിയില്ല, അവിടെ സെക്യൂരിറ്റി അടയ്ക്കുന്നുണ്ട്. കണ്ടോ, സെക്യൂരിറ്റി അടയ്ക്കേണ്ടത്. പിന്നെ മാർക്കറ്റ് ടൈമിങ് വരുന്നത് രാവിലെ 5 മണി തൊട്ട് 7 മണി വരെ, അതായത് ഇരുട്ട് ആവുന്നതിന് മുന്നേ വരെ. അങ്ങനെയാണ്. അതെ. പിന്നെ മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാത്തത് എന്താന്ന് വെച്ചാ, അത് സേഫ് അല്ല. കാരണം ഞാൻ ഞാനല്ല, വേറൊരു ചങ്ങായി വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തു. അപ്പൊ അവിടുത്തെ കടക്കാരൻ പറഞ്ഞു, भाई फोन अंदर रखो और तुम्हारा फोन चोरी करके गया. സംഭവം ചോറി അത് മനസ്സിലായി. മറ്റേ ചോറ് മറ്റേ പഞ്ചായത്ത് ബസ്സിൽ മറ്റേ അക്കൗണ്ടില്ലേ, അപ്പൊ അത് വെച്ചാൽ എനിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി. ഫോൺ അകത്ത് എനിക്ക് അത് ആരെയും ചാമ്പത്. ഞാൻ വരാൻ നേരത്ത് എന്റെ ബാഗ് നിങ്ങൾ ചോദിച്ചു അറിയില്ല, അങ്ങനെ ചെറുതാണ്. ഇപ്പൊ അത്യാവശ്യം വെയിറ്റ് ആയി. ഇനി അവിടെ കുറെ എക്സ്പ്ലോർ ചെയ്തു. മറ്റേ നന്ദി ഹില്ല്, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണണം. ഇന്നലെ സർക്കിൾ നേരെ കണ്ടില്ലല്ല, ഇന്നലെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഇതാണ് സർക്കിൾ വരുന്നത്, മറ്റേ മെജസ്റ്റിക് മെയിൻ സർക്കിൾ വരുന്നത്. അവിടെ തന്നെ മറ്റേ ടർമിനൽ ആണല്ലേ, അവിടെ KSRTC അതാണ് ടർമിനൽ വരുന്നത്. എന്റെ ബസ് എവിടെ നിൽക്കുക ഒരു ഐഡിയ ഇല്ല, കപ്പടം. അപ്പോ അങ്ങനെയാണ് ബാംഗ്ലൂരിലത്തെ വിശേഷങ്ങൾ. ഇനി അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരാം. അല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോ അതിൻ്റെതായ വല്ല കുറവുകളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒന്ന് പറയാം. ഞാൻ അടുത്ത വീഡിയോ ആകുമ്പോൾ ഒന്ന് അത് സെറ്റാക്കാൻ നോക്കാം. അതെ, എന്താണെങ്കിലും പറയാം. പിന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയെങ്കിലും ലൈക്ക് പോണം. ഇങ്ങനെ ഞാനിപ്പോ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഷോപ്പിങ് അങ്ങനെയൊക്കെ പോകുന്നത്. ഞാൻ ഷോപ്പിംഗ് ഇതുവരെ പോയിട്ടില്ല. ഞാൻ മാക്സിമം ഇങ്ങനെ എനിക്ക് ഫോർട്ടും ഹിസ്റ്റോറിക്കൽ പ്ലേസസും അതിനോടൊക്കെ താല്പര്യം. അപ്പൊ ഞാൻ അതന്നെ മെയിൻറ്റെയിൻ ചെയ്തല്ലോണ്ടിരിക്കുക. ഞാൻ എന്തായാലും ഈ അടുത്ത മാസം ഡിസംബറിൽ അടുത്ത മാസം അടുത്ത മാസമായിട്ടൊക്കെ ഹംപിക്ക് വീണ്ടും വന്നു. അപ്പോ അടുത്തൊരു ഹംപി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.